ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSC സ്വാഗതം. അപ്പൊ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന്റെ ക്ലാസ്സുകൾ എന്ന് ആരംഭിക്കുന്നൊക്കെ നമ്മുടെ കുട്ടികളെല്ലാം ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ ക്ലാസ്സുകൾ നാളെ 30-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രിലിംസ് ഒക്കെ എഴുതി ആ ഒരു മെയിൻസ് എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്ന കൊച്ചുമിടുക്കന്മാരും മിടുക്കൾക്കും വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു മെയിൻസ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക് ബാച്ചുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പൊ ഇതിന്റെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആ പേപ്പർ 2 ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് സെപ്റ്റംബർ 27-ാം തീയതിയാണ് എക്സാം ഡേറ്റ് വരുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മുടെ ആ ഒരു സിലബസിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ പോവുക, ആരാണ് അധ്യാപകർ എന്നൊക്കെ കുട്ടികൾക്ക് ഒത്തിരി ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് നോക്കാം അല്ലെ. അതെ, അപ്പൊ നമ്മൾ ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസിലൊക്കെ പറയുകയാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞൊരു ബാച്ച് നമുക്കുണ്ട്. ഇനി സ്പെഷ്യൽ ടോപ്പിക് ഉള്ള ബാച്ച്, അതായത് നമുക്ക് പേപ്പർ 1-ഉം പേപ്പർ 2-ഉം കൂടെ ചേർത്തിട്ടും പേപ്പർ 2 മാത്രമായിട്ടുള്ള ബാച്ച് നമുക്കുണ്ട്. അപ്പൊ നാളെ നമ്മൾ ആരംഭിക്കുന്നത് ജൂൺ 30-ാം നമ്മൾ ആരംഭിക്കുന്നത് ഈ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം കൂടെ ചേർത്തുള്ള ബാച്ചാണ് ആരംഭിക്കുന്നത്. കോഴ്സ് ഫീ വളരെ കുറവാണ്, 1999 രൂപ മാത്രമേ അതിന് കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി പേപ്പർ 1 വേണ്ട, പേപ്പർ 2 മാത്രമായിട്ട് പഠിക്കേണ്ട ആഗ്രഹിക്കുന്ന കുറച്ച് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് പേപ്പർ 2-ന്റെ ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജൂലൈ 2-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന പേപ്പർ 1-ന്റെയും പേപ്പർ 2-വിന്റെയും എന്ത് ചെയ്യാം, നമുക്ക് ആ സിലബസ് എങ്ങനെയാണ് എന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഏതൊക്കെ അധ്യാപകരാണ് പഠിപ്പിക്കുക ഉള്ളതെന്ന കാര്യം നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ അതിന്റെ പേപ്പർ 1-ന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. പേപ്പർ 1 നമ്മൾ കൂടുതലും നമ്മൾ പഠിച്ചു വന്ന ടോപ്പിക്കുകളൊക്കെ തന്നെയാണ്, അധികം കൺഫ്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഹിസ്റ്ററി 7 മാർക്കിനാണ്. ഹിസ്റ്ററി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ സാറും അതുപോലെ അനന്ത് സാറും ആയിരിക്കും എന്ത് ചെയ്യുക, ഹിസ്റ്ററി കൈകാര്യം ചെയ്യുക. പിന്നെ ജോഗ്രഫി 7 മാർക്ക് തന്നെയാണ്. അപ്പൊ ജോഗ്രഫിയും കൈകാര്യം ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സൂരജ് സാറും എബിൻ സാറും ആണ് ജോഗ്രഫി കൈകാര്യം ചെയ്യുക. പിന്നെ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. പിന്നീട് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നത് സ്വാതി മിസ് ആണ്. ഫിസിക്സ് കൈകാര്യം ചെയ്യുന്നത് സിബി സാറാണ്. പിന്നീട് കെമിസ്ട്രിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മുടെ DMK ആണ്, ദീപിക മിസ് ആണ് എന്ത് ചെയ്യുന്നത്, ആ കെമിസ്ട്രി കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ആർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അതുപോലെ സ്പോർട്സ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രമോദ് സാറാണ്, നമ്മുടെ സ്വന്തം മല്ലയ്യ അല്ലേ. അപ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലേക്ക് പോവുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് എവിൻ സാറാണ്. പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജെറിൻ സാറും പിന്നെ അതുപോലെ ഇസ്മയിൽ സാറും ആയിരിക്കും. ഇംഗ്ലീഷ് നമുക്ക് 3 പേരാണ്, ഫാരിസ് സാറും നിസാം സാറും അതുപോലെ സുമി മിസ് കൂടെ ആയിരിക്കും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുക. പിന്നെ മലയാളം നമ്മുടെ പ്രിയപ്പെട്ട ഗുർവി മാഡാണ് എന്ത് ചെയ്യുക, മലയാളം കൈകാര്യം ചെയ്യുക. അപ്പൊ അതിന്റെ സിലബസുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പ്രിലിംസിനൊക്കെ പഠിച്ചു പോയ സിലബസുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറെ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. മാത്രമേ നമുക്ക് അവിടെ വ്യത്യാസം നമുക്ക് വരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നമുക്ക് 15 മാർക്ക്, ഇംഗ്ലീഷ് 13 മാർക്ക് തന്നിരിക്കുന്നു, മലയാളം 13 മാർക്ക്, അതായത് 3 ചേർക്കുമ്പോൾ തന്നെ നമുക്ക് 41 മാർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 26, 15, 41 മാർക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഹിസ്റ്ററി ആ ഒരു മേഖലയിലേക്ക് നമ്മൾ ഒരു ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ 7 മാർക്കായിരുന്നു. 7 മാർക്കായിട്ടാണ് നമ്മൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് എന്ത് വന്നിരിക്കുകയാണ്. പബ്ലിക് ഹെൽത്തും അതേപോലെ തന്നെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ 7 മാർക്ക്, ഫിസിക്സ് 7 മാർക്ക്, കെമിസ്ട്രി 7 മാർക്കിനാണ്. അതെ, സയൻസിന് ഈ 3 ചേർത്ത് നമുക്ക് 21 മാർക്ക് നമുക്ക് സയൻസിന് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതായത് സയൻസ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. പ്രിലിംസിന് നമുക്ക് സയൻസ് നമുക്ക് ഇല്ല, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത്. പക്ഷേ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ഫിസിക്സിനെ കുറിച്ചോ കെമിസ്ട്രീനെ കുറിച്ചോ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ ഇവിടെ മെയിൻസ് വരെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ വരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പേപ്പർ 2-ന്റെ കൂട്ടത്തിലാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ IT, സൈബർ ക്രൈംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ സിലബസിലേക്ക് വരുവാണെങ്കിൽ സാറേ നമുക്ക് ഏകദേശം പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയാണോ ഉള്ളത് അല്ലേ? അതെ, തീർച്ചയായും സെയിം കാര്യം തന്നെയാണ്. മാർക്ക് ഒന്ന് കുറഞ്ഞു, പക്ഷെ മാർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് പഠിക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല. അത് കുറച്ചുകൂടെ പ്രിലിംസിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് ഹൈ ലെവലിലേക്ക് പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു എർത്ത് സ്ട്രക്ചർ ആ ഒരു ടോപ്പിക് തന്നെയാണ് വരുന്നത്. സെയിം തന്നെയാണ്. നമുക്ക് കുറച്ച് ഡെപ്തിലേക്ക് പോയിട്ട് പഠിക്കും. നമുക്കിപ്പോ സെക്രട്ടറിയേറ്റിന്റെ ആ പേപ്പർ ഫസ്റ്റ് സെറ്റിൽ കണ്ടപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി കണ്ടു, ഒരു ഹാഫ് പേജ് എന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഡെപ്തിലേക്കൊക്കെ പോയിട്ട് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. എക്കണോമിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 5 ഇയർ പ്ലാൻസ് നിതി ആയോഗ് നമ്മുടെ ആ ഒരു പ്രിലിംസ് ടോപ്പിക്കിൽ പഠിച്ചു തന്നെയാണ്. പിന്നെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രിലിംസിൽ നമ്മൾ കവർ ചെയ്യാതെ പോയ കുറച്ച് പോർഷൻസ്, എന്നാൽ നമ്മുടെ +2 ടോപ്പിക്കുകളിലും അതുപോലെ LD ഒക്കെ പഠിച്ചു വരുന്ന ടോപ്പിക് തന്നെയാണ്. ന്യൂ എക്കോണമിക് റിഫോംസ്, അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റെവല്യൂഷൻ, GST എന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ LD ലെവൽ ടോപ്പിക്കുകളിൽ നമ്മൾ പഠിച്ചു വരുന്ന. നമുക്ക് ഇവിടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിന് മാറ്റിയില്ലേ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എക്കോണമി ടോപ്പിക്കുകളിൽ ഡിഗ്രി പ്രിലിംസിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കുകളിൽ ഡിഫറൻസ് ഉണ്ട്.
ഈ നമ്മൾ 10th 12th ലെവൽ നമ്മൾ പഠിച്ചു വന്ന ആ ഒരു ടോപ്പിക് സിലബസ് തന്നെയാണ് നമുക്കുള്ളത്. സയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു 10th +2 സെയിം സാധനം തന്നെയാണ്. അതിനകത്ത് ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തന്നെ. പിന്നെ അത് നോക്കുകയാണെങ്കിൽ വേറൊരു വെച്ചാൽ നമുക്ക് വെൽഫെയർ സ്കീംസ് ഇൻ കേരള ഹെൽത്ത് സെക്ടർ ആണ് വലിയ ടോപ്പിക് ആയിട്ട് ഇവിടെ എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ് ഒരു വലിയ ടോപ്പിക്. ഇത് നമുക്ക് മെയിൻസ് പേപ്പർ 2നും നമുക്ക് സെയിം എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവിടെ വരുന്നുണ്ട്. പിന്നെ ഫിസിക്സ് ആണ്. ഫിസിക്സ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. അവിടെ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്സ്, മെഷർമെന്റ്. നമ്മൾ ആ ഒരു പിന്നീട് എന്താ നമ്മൾ 10th ലെവലിൽ പഠിച്ചു വരുന്ന ആ ഒരു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, പിന്നെ ആ ഒരു ലോസ് ഓഫ് മോഷൻ വരുന്ന ആ ഒരു ടോപ്പിക് ആണ്. പിന്നെ ലൈറ്റ് ഓൾറെഡി നമ്മൾ എല്ലാ ബാച്ചുകളിലും നമ്മൾ പഠിച്ചു വരുന്ന ടോപ്പിക് ആണ്. പിന്നെ സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. ഹീറ്റ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. വർക്ക് എനർജി, പവർ ഉണ്ട്. പിന്നെ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആറ്റവും എലമെന്റ്സും മെറ്റൽസ്, നോൺ മെറ്റൽസ് ആണ് നമുക്ക് ഒരു 7 മാർക്ക്. ചെറിയ 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നെങ്കിലും ചെറുതല്ല, വലിയ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ള കുറച്ച് ഡെപ്തിലേക്കൊക്കെ ഇറങ്ങി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ആർട്സും കാര്യങ്ങളും നമുക്ക് എന്താണ് ആ ഒരു പ്രിലിംസിന്റെ സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ കുറച്ചുകൂടെ നമുക്കൊരു കറണ്ട് ഓറിയന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. സ്പോർട്സ് നമുക്ക് 3 മാർക്കിന് നമുക്ക് തന്നിട്ടുണ്ട്. അതും ഈ സ്പോർട്സും നമുക്ക് എന്താ ഒരു പക്ഷേ ആ ഒരു കറണ്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ചോദ്യം. പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് തന്നിട്ടില്ല. പക്ഷെ എന്തെങ്കിലും കറണ്ട് അഫേഴ്സ് നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ കറണ്ട് അഫേഴ്സ് നമുക്ക് ഒരു എന്താ ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ ചോദിക്കാൻ പറ്റുന്ന ഒന്ന് ഈ പറയുന്ന സ്പോർട്സ്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറാണ്. പിന്നെ നമ്മുടെ എക്കണോമിയിൽ ചേർത്ത് നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്കുള്ളത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാത്സ് നമുക്ക് ആ ഒരു മെയിൻസ് ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസ് തലങ്ങളിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു അത് തന്നെയാണ്. നമുക്ക് 15 മാർക്ക് ആണ് നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. പിന്നെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് യൂഷ്വൽ ഉള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് 13. മലയാളവും യൂഷ്വൽ കാര്യങ്ങൾ തന്നെയാണ് 13 മാർക്കിലാണ് നമുക്ക് ഉള്ളത്. അങ്ങനെ മൊത്തം നമുക്ക് ഉള്ളത് 100 മാർക്കിലാണ്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും പറയുന്നതിന് തൊട്ട് നമുക്ക് ഇതിനകത്തൊരു എന്താ പറയുക, ഈസി സ്കോറിംഗ് മേഖല എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെ ആയിരിക്കും. MEM തന്നെ ആയിരിക്കും ഏറ്റവും സ്കോറിംഗ് മേഖല. അത് നമ്മൾ ആ ഒരു ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് ഒരു സ്കോർ 41 മൊത്തം നമുക്കുള്ളത്. ആ 41 നിങ്ങളൊരു 35 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30-35 ആ ട്രാക്കിൽ പറയും 30-35 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ലിസ്റ്റിലേക്ക് വരാനുള്ള ചാൻസസ് അവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അവിടെ തന്നിരിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കും. ആരും പഠിക്കാതിരിക്കില്ല. എല്ലാവരും ചെയ്യുന്ന ഒരു മേഖല അത് തന്നെ ആയിരിക്കും. അപ്പൊ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പൊ ശരിക്കും സാർ നമ്മുടെ പേപ്പർ 1ലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ കൂടുതലും പഠിച്ചിട്ടുള്ള വന്ന സിലബസ് തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പേപ്പർ 2നെ പറ്റിയിട്ടായിരിക്കും. പേപ്പർ 2ന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. പേപ്പർ 2ല് നമുക്ക് 100 മാർക്കാണ് നമുക്ക് ഉള്ളത്. മൊത്തം നമുക്ക് മെയിൻസ് നടക്കുന്നത് 100, 200 മാർക്കാണ്. സെയിം ഡേ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്കുമായിട്ടായിരിക്കും നടക്കുന്നത്. 1.5 മണിക്കൂറത്തെ 2 പേപ്പറുകളായിട്ടായിരിക്കും നമുക്ക് നടക്കാനായിട്ട്. ഇപ്പോൾ KS ഇപ്പം കഴിഞ്ഞില്ല. അതേപോലെ തന്നെ 1.5 മണിക്കൂറത്തിൻ്റെ 2 സെറ്റായിട്ട് രാവിലെ ഉച്ചയ്ക്കുമായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പേപ്പർ 1 കഴിഞ്ഞിട്ട് പേപ്പർ 2ലേക്കാണ് നമ്മൾ വരുന്നത്. പേപ്പർ 2ല് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക, സിവിൽ സർവീസിൻ്റെ ആ ഒരു സെയിം സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 10 മാർക്കിനാണ് നമുക്ക് അത് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് വലിയൊരു എന്താണ് സാധനമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ, ഒരു പാരഗ്രാഫ് പോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കും അതുപോലെ മാനേജ്മെന്റ് 10 മാർക്കും 20 മാർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്. നോക്ക്, നിങ്ങൾ ആ ഒരു സിലബസിന്റെ ആ ഒരു ഇതിലേക്ക് നോക്കി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങളിവിടെ എന്താണ് സർക്കാരിന്റെ അഡ്മിനിസ്ട്രേഷനിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വരുന്നു അല്ലെ, മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നിങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്താണ് PSC മുൻകൂട്ടി കണ്ടത് കൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്, അതിൽ നിന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. പിന്നെ നമുക്കിവിടെ കുറച്ച് തിയറീസ് നമ്മൾ പറയുന്നുണ്ട്. തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. പിന്നെ നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അത് നമുക്ക് ഒട്ടും വിടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഘടകമാണ് നമുക്ക് ഈ പറഞ്ഞ ലീഡർഷിപ്പ് സ്റ്റൈൽസ്, പിന്നെ ട്രേറ്റ്സ് ഓഫ് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി, റോൾസ് ഓഫ്, അതായത് നമ്മൾ ഈ പറയുന്നുണ്ട് ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് മുതൽ നമുക്ക് ഈ പറയുന്ന എന്താണ് റോൾസ് ഓഫ് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ, അവിടം വരെയുള്ള മേഖല നമുക്ക് ഷുവർ ഷോട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നൊരു ഇത് തന്നെയാണ്. പിന്നെ പ്രിൻസിപ്പിൾസ് മാനേജ്മെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സാറേ ഇവിടെ നമുക്ക് അത്യാവശ്യം നമുക്ക് വരേണ്ടത് ഈ പറഞ്ഞ TQM
അല്ലെ? ക്വാളിറ്റി മാനേജ്മെന്റ് നല്ലൊരു ടോപ്പിക്കാണ്. അത് തന്നെ. പിന്നെ CSR വളരെ ഇപ്പൊ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ഈ നമ്മുടെ CSR-ന്റെ പറയുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്നത് മിക്കവാറും ഈ ഭാഗത്ത് സാർ അതുപോലെ നമ്മുടെ എന്താണോ സിലബസിലുള്ളത് ആ സിലബസ് തന്നെ PSC ചോദിച്ചു വരുന്ന ആ ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാനേജ്മെന്റ് ഭാഗത്താണെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഡെഫിനിഷൻസും ഇമ്പോർട്ടൻസും പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് നമുക്ക് സിലബസ് നമുക്കുള്ളത് അല്ലേ? അപ്പോൾ ആ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എന്താണ് ഒബ്ജക്റ്റീവ്സോ പ്രിൻസിപ്പിൾസോ ആ രീതിയിൽ എന്തായിരുന്നു എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രിലിംസിൽ ചോദിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഈ പറയുന്ന മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻസും നമുക്ക് അതേപോലെ എന്താണ് ഇമ്പോർട്ടൻസും ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ടാണ്. കാരണം ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. ഇനി ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് എടുക്കുന്നതും അതേപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്നത് സിറാജുദ്ദീൻ സാറാണ് ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 2 സെറ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു 12 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ നമുക്ക് ഈ പറഞ്ഞ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട 8 മാർക്കിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 12 മാർക്കിന്റെ ഈ മേഖല കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് എടുക്കുന്നത്. നമുക്കവിടെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് നമുക്ക് പ്രിലിംസിൽ നമുക്ക് അത്രയ്ക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് പ്രിയാമ്പിൾ യൂഷ്വൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സും കാര്യങ്ങൾ, DPSP ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതിന് എൻഫോഴ്സ്മെന്റും അല്ലേ? അത് നമ്മൾ ആ ഒരു പ്രിലിംസിൽ നമ്മൾ പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സിലും കൂടെ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ വരാൻ സാധ്യതയുള്ള നമുക്ക് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഗവൺമെന്റ് ഇപ്പൊ KS-ന്റെ ക്വസ്റ്റ്യൻസ് ഗവൺമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സിവിൽ സർവീസിന്റെ ക്വസ്റ്റ്യൻ ഗവൺമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഗവർണറുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കറണ്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ പ്രിലിംസിൽ നമുക്ക് പഠിക്കുന്ന ലിസ്റ്റുകൾ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ അല്ലെ? യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് കണക്ക് വെച്ച് മാത്രം. പക്ഷേ ഇവിടെ നമുക്ക് അതിന് വെളിയിലുള്ള ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ് കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ഓഫ് പ്ലഷർ നമ്മളിപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നതും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്. അത് എന്താണ് എന്നുള്ളതും അതിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 73rd അമെന്റ്മെന്റ് ആക്ടും 74th അമെന്റ്മെന്റ് ആക്ട് നമ്മൾ അമെന്റ്മെന്റ്സിന്റെ കൂട്ടത്തിൽ പഠിച്ചതാണ്. ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് നമുക്ക് പറയുന്നുള്ളൂ. ഇലക്ഷൻസ് എപ്പോഴും PSC ഒരു ഹോട്ട് ടോപ്പിക് തന്നെയാണ്. മാത്രമല്ല ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇലക്ഷൻസ് എങ്ങനെ നോക്കിയാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമുക്ക് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കാനായിട്ട് നമുക്ക് പറയുന്നുള്ളൂ. അതേപോലെ തന്നെ അതിന്റെ കമ്പോസിഷൻ, പവേഴ്സ്, ഫംഗ്ഷൻസ്, ഇലക്ട്രൽ പ്രോസസ്സ്, അവിടെ നമുക്ക് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സെലക്ഷൻ പാനലൊക്കെ ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാരണം തന്നെ നമ്മൾ ചോദിക്കാം. എമർജൻസി നമുക്ക് നല്ലൊരിതാണ്. നമുക്കിപ്പോൾ മണിപ്പൂരിലൊക്കെ എമർജൻസി ഒക്കെ പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ എമർജൻസീസ് നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരാം. പിന്നെ അമെന്റ്മെന്റ്സ് ആണ് യൂഷ്വലി നമുക്ക് ഉള്ളത് തന്നെയാണ്. പിന്നെ കേരള എക്കോണമി 15 മാർക്കാണ് ഉള്ളത്. സാറേ കേരള എക്കോണമി നമുക്ക് 2 മോഡ്യൂളുകളായിട്ടാണ് കേരള എക്കോണമി പറയുന്നത്. മോഡ്യൂൾ 5ഉം അതുപോലെ മോഡ്യൂൾ 6ഉം 2 മോഡ്യൂളുകളാണ്. അപ്പോൾ മോഡ്യൂൾ 5ൽ 15 മാർക്ക് കേരള എക്കോണമി, മോഡ്യൂൾ 6ൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് 15 മാർക്ക്. ഇങ്ങനെ മൊത്തം 30 മാർക്കിന് ഒരു മേജർ പോർഷൻ തന്നെ കേരള എക്കോണമി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാര്യം അത്രയും വലിയൊരു മേജർ പോർഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കേരള എക്കോണമി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ തുടക്കത്തിൽ കേരള എക്കോണമി എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ ആ ഒരു കേരളത്തിന്റെ ആ ഒരു GDP എങ്ങനെയാണ്, സ്റ്റേറ്റ് GDP എങ്ങനെയാണ്, പെർ ക്യാപിറ്റ ഇൻകം എന്താണ്, അത് കുറെ കൂടി നമ്മുടെ ആ ഒരു പിന്നീട് റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടി റിലേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മളത് പഠിക്കണം എന്നുള്ളതാണ്. ആ കേസിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എക്കോണമിക് റിവ്യൂ വെച്ചിട്ടും എക്കോണമിക് റിവ്യൂ ആ ഒരു ബഡ്ജറ്റിലും അധികം പ്രാധാന്യം, പല ഇൻഡെക്സസ് വെച്ചിട്ടുള്ള അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങൾ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു എക്കോണമിക് റിവ്യൂ അതുപോലെ ബഡ്ജറ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്കിത് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നീടുള്ളത് അവിടെ രണ്ടാമതൊരു സെഷനായിട്ട് അഗ്രികൾച്ചർ, ലാൻഡ് റിഫോംസ്, ഹെൽത്ത്, അങ്ങനെ ഒരു പോർഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ കേരള മോഡൽ ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും മികച്ച ഡെവലപ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ, എക്കോണമിക് ഡെവലപ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ ആ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ അതിന്റെ ആ ഒരു ഈ പറയുന്ന അതിന്റെ ചലഞ്ചസ് കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സാറ് കൂടുതൽ നമുക്ക് ലൈഫ്
എക്സ്പെക്ടൻസി, ഇൻഫന്റ് മോർട്ടാലിറ്റി, ബർത്ത് റേറ്റ്, ഇതൊക്കെയാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത് അല്ലേ. പിന്നെ തീർച്ചയായും, അതെ. പോവർട്ടി, ഇൻഇക്വാലിറ്റി, ജെൻഡർ ഗ്യാപ്പ്, ഏജിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ആ കൂടുതൽ നമുക്ക് ആ ഒരു എന്താ ബഡ്ജറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം അല്ലേ. നമുക്ക് ആ ഒരു തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ആ ഒരു ഗ്രോത്ത് എന്ന കോൺസെപ്റ്റിനെ വിട്ടുകൊണ്ട് ഡെവലപ്മെന്റിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ അത്രയും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറ്റി അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഡേറ്റകൾ, കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു വരേണ്ട. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ LSCSന്റെ മെയിൻസിൽ നമുക്ക് ഡേറ്റ തന്നിട്ട് ആ ഡേറ്റ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ, അതായത് നമുക്ക് ഈ പറഞ്ഞ സർക്കാരിൻ്റെതായിട്ടുള്ള ഫിനാൻഷ്യൽ ഡേറ്റാസും കാര്യങ്ങളും, റിവ്യൂ ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് നമ്മൾ അത് അനലൈസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പോൾ ശരത് സാറാണ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് 15-30 മാർക്ക് മേജർ കണ്ടന്റ് എടുക്കുന്ന ശരത് സാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എൻവയോൺമെന്റും ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് യമിൻ സാറും സൂരജ് സാറും ഉണ്ടായിരിക്കും. ക്ലൈമറ്റും ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നമുക്ക് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സ്വാതി മേഡം ഉണ്ടായിരിക്കും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുക്കാനായിട്ട് നമുക്ക് അരുൺ സാർ നിങ്ങൾക്ക് ഒപ്പം വരും കേട്ടോ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി എന്താണ് എന്നുള്ളതിന്റെ അതിന്റെ ബേസിക് കൺസെപ്റ്റ്. യെസ്, അത് നോക്കാം. അവിടെ ബേസിക് കൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് അതിന്റെ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ നമുക്ക് ചോദ്യം ഇൻസിറ്റ്യൂട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ നമുക്ക് ആ ഒരു പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു മേഖല നമുക്ക് എന്താണ് ആ ഒരു കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് വെച്ച് തന്നെ നമുക്ക് ചോദ്യങ്ങൾ നമുക്ക് വരാവുന്ന ഒരു ഇത് തന്നെയാണ്. പിന്നെ ഓസോൺ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നമുക്ക് അടുത്ത നമുക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആ ഒരു ഗ്രീൻ ഓഡിറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ ഓഡിറ്റിംഗ്, എൻവയോൺമെന്റ് ലോസ് ഇൻ ഇന്ത്യ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണ് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് എന്താണ് 10th +2 ലെവലിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. അത് നമുക്ക് ഈ നാച്ചുറലും ആന്ത്രോപോജനിക്കുമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളും കാര്യങ്ങളും, നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ് സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളുമായി ബന്ധപ്പെട്ട കാര്യം ഓരോന്നിനകത്ത് എന്താണ് വരുന്നത് എന്നുള്ള കാര്യം, അത് സൈക്കിൾസ് മിറ്റിഗേഷൻ വരുന്നുണ്ട്, മിറ്റിഗേഷൻ്റെ ഗോൾസ്, പ്രിപ്പൻഡൻസ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഈ പറഞ്ഞ റെസ്പോൺസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആ ഒരു സൈക്കിളുമായി ബന്ധപ്പെട്ട് പിന്നെ റിക്കവറി ഉണ്ട്. ആ സൈക്കിളിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ് റെസ്പോൺസ് ഫോഴ്സ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതും നമുക്ക് എന്താണ് ആ ഡിസാസ്റ്റർ മാനേജ് ആക്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു മേഖല നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ നമുക്ക് കവർ എടുക്കാറുണ്ട്. ഇന്റർനാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ലോസും ഉണ്ട്. അത് നമുക്ക് PSC മേഖലയിലേക്ക് നമുക്ക് എന്താണ് ഒരു പുതിയൊരു ഘടകമാണ് നമുക്ക് ആ ഒരു PSC മേഖലയിൽ നമുക്ക് വരുന്നത്. പിന്നെ ഇന്റർനാഷണൽ ഡിസാസ്റ്റർ സിസ്റ്റവും കാര്യങ്ങളും അതൊരു പുതിയൊരു ഘടകമാണ് PSCയുടെ മേഖലയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പക്ഷേ ഈ ഒരു മേഖല നമ്മൾ ആ ഒരു 10th +2 ലെവലിൽ നമ്മൾ ഈ ഒരു മേഖല നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ലതുപോലെ നമ്മൾ പഠിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടുകളും കാര്യങ്ങളും കുറച്ചുകൂടെ ഒന്ന് ഡെപ്തിലേക്കൊക്കെ ഇറങ്ങി പഠിക്കണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്ക് ഒരുപാട് ഡിസാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടും നടക്കുന്നത് കൊണ്ടും കേരള സർക്കാരിന്റെ പുതിയ നയങ്ങൾ എന്തൊക്കെയാണ്, സ്കീമുകൾ എന്തൊക്കെയാണ്, പുതിയ എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡീറ്റെയിൽ. ഈ ഗവേണൻസ് 10 മാർക്കിനാണ് നമുക്ക് അവിടെ ഉള്ളത്. അവിടെ എന്താണ് ബേസിക് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഗവേണൻസ് ചലഞ്ചസ് എന്തൊക്കെയാണ്, പിന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നമുക്ക് എടുത്തിട്ടുള്ള എന്താണ് ഈ ഗവേണൻസ് ഇനിഷ്യേറ്റീവുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. പിന്നെ നമുക്ക് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സ്പേർട്ട് സിസ്റ്റം, ഡേറ്റ പ്രൈവസി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, IT ആക്ട്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഗവേണൻസ്. ഇതിവിടെ നമുക്കൊരു എന്താ പറയുക, ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നമുക്ക് ചോദിക്കാം. അപ്പോൾ കഴിഞ്ഞ LSCS നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഈ പറയുന്ന മിസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഓവറോൾ എന്താ പറയുക സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബാച്ച് നമ്മൾ ഈ വരുന്ന നാളെ 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അത് മെയിൻസ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീസ് വളരെ കുറവാണ്. ഇത്രയും ഒരു ഹ്യൂജ് ടോപ്പിക് തന്നെ നമുക്ക് ഈ ഒരു 27-ാം തീയതി മുന്നേറ്റ് നമുക്ക് പഠിച്ച് അതിന്റെ റിവിഷൻ എടുത്ത് അതുപോലെ എക്സാം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ആക്കി എടുക്കണം അല്ലേ. അപ്പോ നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കാനും കാര്യങ്ങൾക്കുമായിട്ട് സാറേ അവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9951008000 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഇനി അധികം സമയം കളയാനൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ തന്നെ പഠിച്ച് മുന്നോട്ട് തന്നെ പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിലിംസിന് പഠിച്ച കാര്യങ്ങൾ അത് ഉപയോഗം ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ സൈലത്തിന്റെ ഒട്ടുമിക്ക എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഒരു പ്രിലിംസ് പ്ലസ് മെയിൻസ് ലെവൽ തന്നെയാണ്. കുറച്ച് പേരൊക്കെ ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് പ്രിലിംസ് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പൊ എല്ലാവരും പഠനത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് നാളെ മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോ ഒട്ടും താമസിയാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ, നമുക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാം അല്ലെ. അപ്പോ നാളെ മുതൽ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ താങ്ക് യു.